കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ മത്സരിച്ച KSUവും MSFും ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച MSF രംഗത്തെത്തി. ഇരുകൂട്ടരും ചെയർമാൻ സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകി. KSU വാഗ്ദാന ലംഘനം നടത്തിയെന്നാണ് MSFന്റെ ആരോപണം. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നടത്തിയ ഒത്തുതീർപ്പിൽ ചെയർമാൻ സ്ഥാനം ഇത്തവണ MSFന് ഉറപ്പ് നൽകിയിരുന്നു. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഒരു മുന്നണിയായി ഒരു പാനലായി മത്സരിക്കേണ്ടവർ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടി ഈ ഒരു നേർക്കുനേർ മത്സരത്തിനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ധാരണ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ സമയത്താണ് ഇപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ MSFും KSUവും നേർക്കുനേർ മത്സരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ UECമാരുള്ളത് 54ഓളം UECമാരുള്ളത് MSFനാണെങ്കിലും സ്ഥിരമായി ചെയർമാൻ സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിച്ചു വരുന്നത് KSU ആണ്. MSFന്റെ പിന്തുണ അതിനുണ്ടാവാറുണ്ട്. കഴിഞ്ഞ തവണ പക്ഷേ MSF ചെയർമാൻ സ്ഥാനം അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കുകയും ഇത്തവണ MSFന് ചെയർമാൻ സ്ഥാനം കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് ഇത്തവണയും KSU മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് MSFന്റെ ആരോപണം. കൂടുതൽ UECമാരുണ്ടായിട്ടും KSUവിന് കീഴ്പ്പെട്ട് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ കുസാറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മുന്നണിയായി മത്സരിക്കാമെന്ന് KSUവും MSFും ധാരണയെത്തിയിരുന്നു. പക്ഷേ കുസാറ്റ് തെരഞ്ഞെടുപ്പിൽ KSUവും MSFും വെവ്വേറെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ നിരന്തരമായി ധാരണാലംഘനം KSU നടത്തുന്നു എന്നാണ് MSFന്റെ ഭാഗത്തുനിന്നുള്ള ആരോപണം. ഇത്തവണയും MSFും KSUവും ചെയർമാൻ സ്ഥാനത്തേക്ക് നേർക്കുനേർ മത്സരിക്കുകയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ. ഇത്തവണ നേതൃത്വം ഇടപെടുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നേതൃത്വം ഇടപെട്ട് MSFനെ കൊണ്ട് പിൻവലിപ്പിച്ചിരുന്നു. വിവരങ്ങൾ നൽകിയത് VS രഞ്ജിത്താണ്.